ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. പഴയ നിയമ വചനധ്യാനം ക്ലാസ് 72. നോഹയുടെ പേരക്കിടാങ്ങൾ, നോഹയുടെ പുത്രനായ യാഫത്തിൻ്റെ മക്കളെക്കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ധ്യാനിച്ച് തുടങ്ങിയത്. ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ 10-ാമത്തെ അധ്യായം 1-2 വാക്യങ്ങളാണ്. നോഹയുടെ പുത്രന്മാരായ ഷേം, ഹാം, യാഫത്ത് എന്നിവരുടെ വംശപരമ്പര. ജലപ്രളയത്തിന് ശേഷം അവർക്ക് മക്കളുണ്ടായി. യാഫത്തിൻ്റെ പുത്രന്മാർ ഗോമർ, മാഗോഗ്, മാദായ്, യാവാൻ, തൂബാൽ, മെഷക്, തീരാസ്. ഇതിലെ ഗോമറിനെ കുറിച്ചും മാഗോഗിനെ കുറിച്ചും കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചിന്തിച്ചു. ഇന്നത്തെ ഈ ക്ലാസ്സിൽ മാദായ്, യാവാൻ, തൂബാൽ, മെഷക്, തീരാസ് എന്നീ പുത്രന്മാരെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം. മേദിയക്കാരെയാണ് മാദായ് എന്ന് പറയുന്നത്. യാഫത്തിൻ്റെ മകനായ മാദായിൽ നിന്ന് ഉത്ഭവിച്ച ഗോത്രവിഭാഗം അല്ലെങ്കിൽ വംശപരമ്പര മേദിയക്കാർ. ഇപ്പോഴത്തെ ഇറാൻ്റെ വടക്ക് പടിഞ്ഞാറുള്ള സ്ഥലങ്ങളിൽ, അതായത് കാസ്പിയൻ കടലിൻ്റെ തെക്ക് ഭാഗത്ത് പാർത്തിരുന്ന ആളുകളാണ് ഈ മാദായ് എന്ന് പറയുന്ന മേദിയക്കാർ. ആ മാദായ് എന്ന മക്കളിൽ നിന്ന് ഉത്ഭവിച്ചത് കൊണ്ട് മേദിയക്കാർ എന്ന് വിളിക്കപ്പെടുന്നു. മേദിയ ദേശത്തെ ആളുകൾ എന്നാണ് മാദായ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അസീറിയൻ സാമ്രാജ്യത്തിൻ്റെ രേഖകളിലും പേർഷ്യൻ സാമ്രാജ്യത്തിൻ്റെ രേഖകളിലും മാദ എന്നാണ് കാണുന്നത്. മാദ, മേദിയ എന്നല്ല, മാദ, അല്ലെങ്കിൽ മേധസ് എന്നല്ല, മാദ എന്നാണ്. അതിൽ നിന്നാണ് മാദായ് അല്ലെങ്കിൽ അമാദായ് എന്നൊക്കെ ഇത് വിളിക്കുന്നത്, ഇതിനെ ഈ ദേശക്കാരെ വിളിക്കുന്നത്. വാസ്തവത്തിൽ മാദായ് എന്ന വാക്കിന് ദേശമെന്ന് തന്നെയാണ് അർത്ഥം. ബാബിലോണിയക്കാർ, ഇപ്പോഴത്തെ ഇറാഖിലൊക്കെ വരുന്നവർ, ഇറാഖ്, കുവൈറ്റ്, അവർ അസീറിയക്കാരെ ആക്രമിച്ചപ്പോൾ, ഇറാനിലെ സാമ്രാജ്യത്തെ ആക്രമിച്ചപ്പോൾ, അക്കാലത്തെ അസീറിയൻ സാമ്രാജ്യം ആക്രമിച്ചപ്പോൾ അസീറിയൻ സാമ്രാജ്യത്തെ കീഴ്പ്പെടുത്താനും തകർക്കാനും ബാബിലോണിയക്കാർക്ക് ഒത്താശ ചെയ്തു കൊടുത്തതും സഹായം ചെയ്തു കൊടുത്തതും മേദിയക്കാരാണ്, ഈ മാദായ് എന്ന ഗണം. പിന്നീട് പേർഷ്യൻ സാമ്രാജ്യത്തിൻ്റെ അധിപനായിരുന്ന സൈറസ് ബാബിലോണിയക്കാരെ തോൽപ്പിച്ചു. എന്നിട്ട് ഈ മേദിയക്കാരെ പേർഷ്യൻ സാമ്രാജ്യത്തിൻ്റെ ഭാഗമാക്കി. അപ്പോൾ ഈ വിഭാഗത്തെയാണ് ഈ യാഫത്തിൻ്റെ മകനായ മാദായിൽ നിന്ന് ഉത്ഭവിച്ചവർ മേദിയക്കാർ. ആ അർത്ഥത്തിലാണ് ഇവിടെ ഉൽപ്പത്തി പുസ്തകം 10-ാമത്തെ അധ്യായം 2-ാമത്തെ വാക്യത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ അടുത്ത മകൻ്റെ പേര് യാവാൻ. യാവാൻ ആ വാക്ക് നമുക്ക് പരിചയമുള്ളതാണ്. യവനര് എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. യവനര് ഗ്രീക്കുകാർക്കുള്ള മറ്റൊരു പേരാണ് യവനര്. യവന സംസ്കാരം എന്ന് കേട്ടിട്ടുണ്ട്, ഗ്രീക്ക് സംസ്കാരം. അയോണിയ എന്നാണ് ഗ്രീക്കില്. അയോണിയ ഏജിയൻ കടലിലുള്ള ദ്വീപുകളിലും അനറ്റോളിയ എന്ന് പറഞ്ഞ ഇപ്പോഴത്തെ തുർക്കിയാണ്. പണ്ടത്തെ അനറ്റോളിയാണ് ഇപ്പോഴത്തെ തുർക്കി. ആ അനറ്റോളിയയുടെ, അതായത് തുർക്കിയുടെ തീരദേശങ്ങളിലും ഗ്രീസിലും കുടിയേറി പാർത്ത അയോണിയക്കാരുടെ പൗരാണിക പേരാണ് യാവാൻ. യാവാൻ എന്ന ആളിൽ നിന്ന് ഉത്ഭവിച്ചത് കൊണ്ടാണ് ഇതിനെ യവനര്, അയോണിയക്കാര്, അയോണിയൻസ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ യാഫത്തിന്റെ മകനായ യാവാനിൽ നിന്ന് ഉദ്ഭവിച്ചവരാണ് യവനര്. അടുത്ത മകന്റെ പേര് തൂബാല്. അസീറിയയിലെ പൗരാണിക ദിനവൃത്താന്ത രേഖകളില് തൂബാൽ എന്നാണ് ബൈബിളില്. പക്ഷെ അസീറിയക്കാരുടെ രേഖകളിൽ താബാൽ എന്നാണ്. പഴയ പല ഭാഷകൾക്കും വവ്വൽസ് ഇല്ല, സ്വരാക്ഷരങ്ങളില്ല. അപ്പോൾ ചിലപ്പോൾ തൂബാൽ എന്നോ താബാൽ എന്നൊക്കെ വായിക്കാം. അതിന് ഈ ഇല്ലേ, ആ, ഈ, ഊ അങ്ങനെയുള്ള സ്വരാക്ഷരങ്ങൾ ഇല്ലാത്തത് കൊണ്ട്, വ്യഞ്ജനാക്ഷരം മാത്രമുള്ളത് കൊണ്ട് ഒരു വാക്കിനെ 2 തരത്തിലൊക്കെ വായിക്കാൻ പറ്റുമായിരുന്നു. അപ്പോൾ ബൈബിളിൽ തൂബാൽ എന്നാണ് കാണുന്നത്. അസിറിയയിലെ പൗരാണിക ദിനവൃത്താന്ത രേഖകളിൽ താബാൽ എന്നാണ് കാണുന്നത്. ഈ തുർക്കിയിൽ തന്നെ മറ്റൊരു സ്ഥലത്തുള്ള ആളുകളെയാണ്, അനറ്റോളിയ എന്ന് പറഞ്ഞ അന്നത്തെ അനറ്റോളിയ, ഇപ്പോഴത്തെ തുർക്കി, ആളുകളെയാണ് ഈ തൂബാൽ എന്ന് വിളിക്കുന്നത്. ലോകപ്പണികളിൽ നൈപുണ്യമുള്ളവരായിരുന്നു ഇവരെന്ന് എസക്കിയേല് 27:13 കാണാം. കുതിരകളൊക്കെ വളർത്തി സമ്പാദ്യം നേടിയിരുന്നു. ചരിത്രകാരനായ ഹെറഡോട്ടസ് ഇവരെ തിബരേനി എന്നാണ് വിളിക്കുന്നത്. തൂബാലിൽ നിന്ന് ഉത്ഭവിച്ചവരെ തിബരേനി എന്നാണ് ഹെറഡോട്ടസ് വിളിക്കുന്നത്. അദ്ദേഹം ചരിത്രകാരനാണ്. ഈ തൂബാലിനോട് ചേർന്ന് പോകുന്ന മറ്റൊരു ജനവിഭാഗമാണ് മെഷക്. യാഫത്തിന്റെ മകനായ മെഷക്കിൽ നിന്ന് ഉത്ഭവിച്ചവരാണ് ഈ മെഷക് എന്ന് പറയണേ. ഈ ഞാൻ പറഞ്ഞല്ലോ അനറ്റോളിയ, അതായത് ഇപ്പോഴത്തെ തുർക്കി,
ആ തുർക്കിയിലെ അനറ്റോളിയ എന്ന് പറയുന്ന അനറ്റോളിയ എന്നാണ് പണ്ടത്തെ പേര്, തുർക്കിയിലെയും അർമേനിയയിലും മറ്റും പാർത്തിരുന്ന ജനങ്ങളാണ് മെഷേക്ക്. അവരുടെ പൂർവികൻ യാഫത്തിന്റെ മകനായ നോഹയുടെ മകനായ യാഫത്തിന്റെ മകനായ മെഷേക്ക്. യഹസ്കേൽ 27:13 39:9 മെഷേക്ക് പരാമർശിക്കപ്പെട്ടിട്ടുണ്ട്. അസീറിയൻ രേഖകളിൽ ഇവര് അറിയപ്പെടുന്നത് മുഷ്കി എന്നാണ്, മുഷ്കി. അതുപോലെ ഗ്രീക്ക് ഭൂമിശാസ്ത്ര രേഖകളിലൊക്കെ ഇവർ അറിയപ്പെടുന്നത് മൊസ്ഹോയ് എന്നാണ്, മൊസ്ഹോയ്. അപ്പോൾ മെഷേക്ക് എന്ന് ബൈബിള് പറയുന്നത് അസീറിയൻ രേഖകളിൽ മുഷ്കിയാണ്, ഗ്രീക്ക് ഭൂമിശാസ്ത്ര രേഖകളിൽ മൊസ്ഹോയാണ് അല്ലെങ്കിൽ മൊഷ്ഹോയാണ്. ഇതൊക്കെ ഒരേ പേരുമായിട്ട് ബന്ധപ്പെട്ട മറ്റ് പേരുകളാണെന്നർത്ഥം. അവസാനമായിട്ട് സൂചിപ്പിക്കുന്നത് തീരാസ് എന്നാണ്, തീരാസ്. ഫ്ലാവിയസ് ജോസീഫസ്, അതായത് ഏതാണ്ട് ഈശോയുടെ സമകാലികനായ യഹൂദ ചരിത്രകാരനാണ് ഫ്ലാവിയസ് ജോസീഫസ്. അദ്ദേഹം പറയുന്നത് ഗ്രീസിലെ ത്രേസ് എന്ന് പറയുന്ന സ്ഥലത്തെ ത്രേഷ്യൻസ് അവരാണ് ഈ തീരാസ് എന്നാണ്. ത്രേസ് കൊണ്ട് സ്ഥലമുണ്ട് ഗ്രീസിൽ, അവിടെയുള്ളത് ത്രേഷ്യൻസ് എന്നാണ് വിളിക്കുക. അവരെയാണ് ഈ തീരാസ് എന്ന് വിളിക്കുന്നതെന്നാണ് ഫ്ലാവിയസ് ജോസീഫസ് അഭിപ്രായപ്പെടുന്നത്, യഹൂദ ചരിത്രകാരൻ. മറ്റൊരു വീക്ഷണത്തിൽ ലെവ എന്ന് പറഞ്ഞാൽ ലെവാൻഡ് എന്നൊക്കെ ചില ഉച്ചരിക്കും, ലെവാൻഡ് ഫ്രഞ്ച് വാക്കായതുകൊണ്ട് ലെവ എന്ന് ഉച്ചരിച്ചാലും മതി. റൈസിങ്, ഇങ്ങനെ ഉയർന്നു വരുന്ന, ഉദിച്ചുകൊണ്ടിരിക്കുന്ന എന്നൊക്കെയാണ് വാക്കിനർത്ഥം. അങ്ങനെ അറിയപ്പെടുന്ന ഈ ഫ്രഞ്ച് ഭാഷയിലെ ലെവ അല്ലെങ്കിൽ ലെവാൻഡ് എന്നറിയപ്പെടുന്ന ഒരു ഭൂപ്രദേശമുണ്ട്. ഇപ്പോഴത്തെ ഇസ്രായേൽ, യോർദാൻ, ലെബനൻ, സിറിയ, പലസ്തീന, ഈ പ്രദേശങ്ങളെയാണ് ലെവ അല്ലെങ്കിൽ ലെവാൻഡ് എന്ന് പറയുന്നത്. ഉദയം ചെയ്യുന്ന ദേശങ്ങൾ എന്ന അർത്ഥത്തിലാണ്. പിന്നെ ഈജിപ്റ്റ്, ഇത്തരം പ്രദേശങ്ങളൊക്കെ കീഴ്പ്പെടുത്തിയ തെരേഷ് ഗോത്രക്കാരെയാണ് തീരാസ് എന്ന് പറയുന്നതാണ് മറ്റൊരു വീക്ഷണം. ഇപ്പൊ രണ്ട് വീക്ഷണമുണ്ട്. ത്രേഷ്യൻസ്, ഗ്രീസിലെ ത്രേസ് എന്ന സ്ഥലത്തെ ത്രേഷ്യൻസ് ആണെന്ന് ഒരു വിഭാഗം പറയുന്നു. വേറെ വിഭാഗം പറയുന്നത് ഈ പറഞ്ഞ ലെവാൻഡ് എന്ന് പറയുന്ന ആ സ്ഥലങ്ങളിലെ രാജ്യങ്ങളെ കീഴ്പ്പെടുത്തിയ തെരേഷ് എന്ന് പറഞ്ഞുള്ള ഒരു ഗോത്ര വിഭാഗം ഉണ്ടായിരുന്നു, അവരെയാണ് സൂചിപ്പിക്കുന്നത്. ഈ ഉൽപ്പത്തി പുസ്തകം 10-ാമത്തെ അധ്യായം എങ്ങനെ വായിക്കണമെന്ന് ഞാൻ മുമ്പ് പഠിപ്പിച്ചിരുന്നു. അത് ഞാനൊന്ന് പെട്ടെന്നൊന്ന് ചുരുക്കത്തിൽ ഒന്ന് ആവർത്തിക്കുകയാണ്. ഒന്ന്, വിവിധ വംശങ്ങളുടെ ഉത്ഭവമാണ് ഇവിടെ പ്രതിപാദിക്കുന്നത് ഈ 10-ാമത്തെ അധ്യായത്തിൽ. പ്രാചീന പൗരസ്ത്യ ദേശത്തെ ദേശീയവും വംശീയവും ഭൂമിശാസ്ത്രപരവും ഭാഷാപരവുമായ വൈവിധ്യങ്ങളുടെ വിവര പട്ടികയാണിത്, ഇൻവെന്ററി. അതുകൊണ്ട് തന്നെ ഇത് പല തലങ്ങൾ വായിച്ചെടുക്കണം. സാംഖികമായിട്ട് 70 ദേശരാഷ്ട്രങ്ങളുടെയോ തലമുറകളുടെയോ പട്ടികയാണ്. യാഫത്തിൽ നിന്ന് 14, ഹാമിൽ നിന്ന് 30, ഷേമിൽ നിന്ന് 26, അങ്ങനെ 70 തലമുറകൾ. 70 എന്ന സംഖ്യ ഇസ്രായേലിന്റെ വീക്ഷണത്തിൽ ലോകത്തിലെ സകല ജനവിഭാഗങ്ങളെയും സൂചിപ്പിക്കുന്നു. പിന്നീട് ഈജിപ്തിലെത്തുന്ന ഇസ്രായേലിന്റെ സംഖ്യയും 70 ആണെന്ന് ഓർക്കുക. ഉൽപ്പത്തി 46:27, പുറപ്പാട് 1:5. അപ്പോൾ സ്ഥൂലപ്രപഞ്ചമായ ബ്രഹ്മാണ്ടത്തിലെ സൂക്ഷ്മ ജഗത്താണ് ഇസ്രായേൽ എന്നാണ് അവരുടെ സങ്കല്പം. അവരിൽ നിന്ന് രക്ഷകൻ വരുന്നു. അവരുടെ ചുറ്റുവട്ടത്ത് കിടക്കുന്ന ആളുകളെയാണ് ഇവിടെ ഈ നോഹയുടെ മക്കൾ നിന്ന് ഉത്ഭവിച്ചവരായിട്ട് അവതരിപ്പിക്കുന്നത്. ഇതാണ് സാംഖികമായിട്ട്. വംശപരമ്പരയുടെ വീക്ഷണകോണിൽ നിന്ന് നോക്കിയാൽ ബൈബിളിൽ പരാമർശിക്കുന്ന 3 ഭൂഖണ്ഡങ്ങൾ, ഏഷ്യ, ആഫ്രിക്ക, യൂറോപ്പ്, ഈ 3 ഭൂഖണ്ഡങ്ങളെയും മനുഷ്യർ മുഴുവൻ നോഹയുടെ 3 മക്കളിൽ നിന്ന് ഉത്ഭവിച്ചുവെന്ന് പ്രസ്താവിക്കുന്നു. ഉൽപ്പത്തി 10:32. നോഹയാകട്ടെ സേത്തിന്റെ പരമ്പരയിൽ ആദാമിൽ ജനിച്ചവനാണ്. അപ്പോൾ ആദാം, സേത്ത്, നോഹ, അവരിൽ നിന്നാണ് ഈ ബൈബിളിൽ അറിയപ്പെടുന്ന ഭൂഖണ്ഡങ്ങൾ മുഴുവൻ, ഏഷ്യ, ആഫ്രിക്ക, യൂറോപ്പ്, അവിടെയുള്ള ജനങ്ങൾ മുഴുവൻ ഉദ്ഭവിച്ചതെന്ന് വംശപരമ്പരയുടെ വീക്ഷണകോണിൽ നിന്നുകൊണ്ട് അവതരിപ്പിക്കുന്നു. കാലഗണന അനുസരിച്ചാണെങ്കിൽ നമ്മൾ ബാബേൽ ഗോപുര കഥ വരുന്നത് അടുത്ത അധ്യായത്തിലാണ്, ഉൽപ്പത്തി 11-ാം അധ്യായത്തിലാണ്. ഇത് 10-ാമത്തെ അധ്യായത്തിൽ അവതരിപ്പിച്ചിരിക്കുന്നു. എന്നിട്ട് ഇവിടെ പറയാണ് ഇവരെല്ലാം പല ഭാഷകൾ സംസാരിച്ച് പല സ്ഥലത്ത് താമസിച്ചിരുന്നു, പല ഭാഷകൾ സംസാരിച്ചു. അപ്പോൾ നമ്മൾ പലപ്പോഴും കേട്ടിരിക്കുന്നത് ബാബേൽ ഗോപുരത്തിന്റെ കഥയിൽ ദൈവം അവരുടെ ഭാഷ ചിതറിച്ചപ്പോൾ വിവിധ ഭാഷകൾ ഉണ്ടായെന്നാണ്. അങ്ങനെയല്ല, ഇവിടെ 10-ാമത്തെ അധ്യായത്തിൽ തന്നെ പറയാണ് ഇവരെല്ലാം വിവിധ ഭാഷകൾ സംസാരിച്ച് വിവിധ ദേശങ്ങളിൽ താമസിച്ചിരുന്നു. അങ്ങനെയെങ്കിൽ വിവിധ ഭാഷകൾ ഉത്ഭവത്തിനെ കുറിച്ചല്ല 11-ാമത്തെ അധ്യായത്തിൽ ബാബേൽ ഗോപുര കഥ. അത് നമുക്ക് ചർച്ച ചെയ്യാം. ഇനി അവസാനമായിട്ട് ഭൂമിശാസ്ത്രപരമായി നോക്കിയാൽ ഏഷ്യ മൈനറിലും മധ്യധരണ്യാഴി മെഡിറ്ററേനിയൻ സീ, അതിലെ ദ്വീപുകളിലും കുടിയേറി പാർക്കുന്ന
യാഫത്തിന്റെ ആളുകൾ വടക്കേ ആഫ്രിക്കയിലും സിറിയ പാലസ്തീനയിലും പോകുന്ന ഹാമിന്റെ ആളുകൾ, മെസപ്പൊട്ടോമിയയിലും അറേബ്യൻ ഉപഭൂഖണ്ഡത്തിൽ കുടിയേറി പറക്കുന്ന ഷേമിന്റെ ആളുകൾ, സെമിറ്റിക് ജനം, ഇവരുടെ കുടിയേറ്റങ്ങളെ കുറിച്ചാണ് ഈ പരാമർശം. ഈ ഭൂപടത്തിന്റെ ഒത്ത നടുക്കാണ് പാലസ്തീന, അതായത് വിശുദ്ധ നാട്. ഇസ്രായേലിന്റെ ദൈവശാസ്ത്ര വീക്ഷണത്തിൽ പാലസ്തീനയാണ് ഭൂമിയുടെ ഹൃദയം അഥവാ കേന്ദ്രം. യഹസ്കേല് 5:5-38 കാണാം. പാലസ്തീന എന്ന് ഞാൻ പറയുമ്പോൾ പൗരസ്ത്യ പാലസ്തീന, ഇപ്പൊ പാലസ്തീനൻ രാഷ്ട്രം, ഇസ്രായേൽ രാഷ്ട്രം എന്നൊക്കെ പറഞ്ഞിട്ട് തർക്കങ്ങളുണ്ട്. ഞാൻ പൗരാണിക ഭാഷയാണ് ഉപയോഗിക്കുന്നത്. വിശുദ്ധ നാട് എന്നറിയപ്പെടുന്നത് ഈ പാലസ്തീനയാണ്. കർത്താവിന്റെ കാലത്ത് പാലസ്തീന, ഇവിടെയാണ് ദൈവം മനുഷ്യനായി പിറക്കുന്നത്. അപ്പോൾ ഈ ഭൂമിയുടെ കേന്ദ്രമാണ് പാലസ്തീന എന്നും അതിൻ്റെ തന്നെ കേന്ദ്രം യെറൂസലേമാണെന്നും, അതിന് തൊട്ടടുത്ത് ബെത്ലഹേമിൽ മിശിഹ പിറക്കുന്നു, യെറൂസലേമിൽ ഈശോ മരിക്കുന്നു, ലോകത്തിൻ രക്ഷകൻ. അപ്പൊ ലോകത്തിൻ രക്ഷ പൂർത്തിയായത് ഇവിടെയാണ്, ഈ കേന്ദ്രത്തിലാണ്. ആ കേന്ദ്രത്തിലേക്ക് നോക്കി പ്രാർത്ഥിക്കുന്നതിനെയാണ് കിഴക്കോട്ട് നോക്കി പ്രാർത്ഥിക്കുക എന്ന് പറയണേ. ബൈബിളിന്റെ വീക്ഷണമാണത്, അല്ലാതെ സൂര്യാരാധനയൊന്നുമല്ല. ഞാൻ പറഞ്ഞു വന്നത്, ഈ ബൈബിളിലെ ഓരോ വചനവും മിശിഹ സംഭവത്തിലേക്ക് വിരൽ ചൂണ്ടുന്നുണ്ട്, പരോക്ഷമായിട്ടും പ്രത്യക്ഷമായിട്ടും. ഇവിടെ പരോക്ഷമായിട്ട്. അപ്പം ഇതെല്ലാം നമ്മൾ പഠിക്കുന്ന എന്തിനാണ്? ഈ പേരുകളൊക്കെ ഇത് നമുക്ക് പരിചയമില്ലാത്ത മാതായി, മേഷാക്ക്, ഇങ്ങനെയൊക്കെ എന്തെല്ലാം പേരുകൾ, പരിചയമില്ലാത്ത പേരുകൾ, എന്തിനാണ് ഇതൊക്കെ പഠിക്കുന്നത്? ഇപ്പം ഞാൻ ഈ പറഞ്ഞ വീക്ഷണത്തിൽ പഠിച്ചു നോക്കിയേ, ഇതെല്ലാം വെറും അപരിചിതമായ പേരുകളല്ല, നമുക്ക് വളരെ ഉത്കൃഷ്ടമായ പാഠങ്ങൾ നൽകുന്ന, ദൈവശാസ്ത്ര പാഠങ്ങൾ നൽകുന്ന, അതുപോലെ തന്നെ ആധ്യാത്മികമായ ചിന്ത നൽകുന്ന, ലിറ്റർജിക്കൽ മോട്ടിവേഷനും ഓറിയന്റേഷനും നൽകുന്ന പ്രധാനപ്പെട്ട തിരുവചന പാഠങ്ങളാണ്. ആ തരത്തിൽ വായിച്ചെടുക്കാൻ നമുക്ക് ഇഷ്ടപ്പെടാത്തതാണെങ്കിൽ പോലും, പിന്നെ ഇതൊന്നും ആരും അധികം പേരൊന്നും ചർച്ച ചെയ്യാത്ത ഭാഗങ്ങളാണ് ഇതൊക്കെ. ഈ പേരുകൾ തന്നെ വായിച്ച് വിടുക പോലും നമുക്ക് പ്രയാസമാണ്. പക്ഷെ നമ്മൾ ഇങ്ങനെയൊക്കെ വായിച്ച്, ഇപ്പം ഞാൻ പറഞ്ഞ ചരിത്രത്തിന്റെ വെളിച്ചത്തിൽ വായിക്കുമ്പോൾ ഇത് വളരെ താല്പര്യം ജനിപ്പിക്കുന്ന കാര്യമായിട്ട് നമുക്ക് മനസ്സിലാകുകയും ചെയ്യും. ആ തരത്തിൽ വായിച്ചെടുക്കണമെന്നും രക്ഷകരിലേക്ക് വിരൽ ചൂണ്ടുന്ന ഓരോ സൂചനകളും നമ്മൾ കണ്ടെത്തണമെന്നും ഞാൻ വിനീതമായിട്ട് അഭ്യർത്ഥിക്കുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.